നമസ്കാരം. രാജ്യത്ത് 10-20 രൂപ മൂല്യമുള്ള പോളിമർ കറൻസി നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. ആദ്യഘട്ടത്തിൽ 10-20 രൂപ വിഭാഗങ്ങളിലായി 100 കോടി വീതം പ്ലാസ്റ്റിക് നോട്ടുകളാണ് വിപണിയിലെത്തിക്കുക. ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആകെ 3000 കോടി രൂപയുടെ നോട്ടുകളാണ് ഇതിലൂടെ വിപണിയിലെത്തിക്കുക. പ്ലാസ്റ്റിക് നോട്ടുകൾ പേപ്പർ നോട്ടുകൾക്കൊപ്പം സമാന്തരമായിട്ടായിരിക്കും വിപണിയിലുണ്ടാകുക. പേപ്പർ നോട്ടുകൾ പൂർണ്ണമായി പിൻവലിക്കാൻ നിലവിൽ തീരുമാനമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷണ ഘട്ടത്തിന് ശേഷം ഇന്ത്യയിലുടനീളം ഇവ വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ റിസർവ് ബാങ്ക് അന്തിമ തീരുമാനമെടുക്കും. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലി അകപ്പെട്ടത്. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനത്തിന്റെ ഉൽപ്പന്നമാണ് CMP എന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ. തൃശൂരിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്ത് പലതവണ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. വെട്ടിക്കുഴിയിൽ റോയ് ചക്കാലക്കന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വെട്ടിക്കുഴിയിലെ ചക്കാലക്കൽ ജോയിയുടെ വീട്ടുപറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുലിയുടെ ശല്യം രൂക്ഷമായിരുന്നു. ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് 2 ആഴ്ച മുമ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചത്. ഇന്ന് പുലർച്ചെയാണ് പുലി കൂട്ടിലകപ്പെട്ടത്. വിവരമറിഞ്ഞതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം സുരക്ഷിതമായി വനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ വനം വകുപ്പ് സ്വീകരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനത്തിന്റെ ഉൽപ്പന്നമാണ് CMP എന്ന പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ സത്തയാണ് CMP എന്നും തൃശൂരിൽ നടന്ന പാർട്ടിയുടെ 41ാമത് ജന്മവാർഷിക സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നും CP ജോൺ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്ന തീരുമാനത്തിന്റെ ഫലമായാണ് CMP രൂപം കൊണ്ടതെന്ന് CP ജോൺ പറഞ്ഞു. സ്റ്റാലിനിസത്തെ ഒരു ആശയ സംഹിതയായി മാറ്റിയിരിക്കുകയാണെന്നും പാർട്ടിക്കകത്തും പുറത്തും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത ചില നേതാക്കളെ ഉയർത്തിക്കാട്ടി പ്രസ്ഥാനം തകർന്നടിയുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. തിരുവനന്തപുരത്തെ ഏതോ അസംബ്ലി സീറ്റിൽ 2ാം സ്ഥാനത്തേക്ക് ഒരു ഹിന്ദു മുന്നണി കടന്നു വന്നപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ ഉറവിടമെന്ന് പറയുന്നത് ഒരു കൊച്ചു പാർട്ടിയായിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗായിരുന്നുവെന്ന EMSന്റെ തീസിസ് എന്തുമാത്രം അൺമാർക്സിയനായിരുന്നുവെന്ന് ഇന്ന് നമുക്ക് നന്നായിട്ടറിയാം. അത് ചൂണ്ടിക്കാണിക്കുകയാണ് MVR ചെയ്തത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ പാർട്ടി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുന്നതിന് തീരുമാനമെടുത്തു. ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉന്നയിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചു വന്നാൽ അത്തരത്തിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പുറത്താക്കുമെങ്കിൽ അങ്ങനെ പുറത്താക്കുന്ന നടപടിയെ ചോദ്യം ചെയ്യും എന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തീരുമാനത്തിന്റെ ഉൽപ്പന്നമാണ് CMP എന്ന രാഷ്ട്രീയ പാർട്ടി. 40 വർഷം കൊണ്ട് CMP കരുത്തുറ്റ ഒരു പ്രസ്ഥാനമായി വളർന്നു. ഈ സാഹചര്യത്തിൽ CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നും CP ജോൺ പറഞ്ഞു. ലോകത്ത് വലതുപക്ഷ ശക്തികൾ മുന്നേറുമ്പോൾ ഇടതുപക്ഷ ശക്തികൾ പിന്നോട്ടു പോവുകയാണ്. എന്നാൽ വലതുപക്ഷ ശക്തികളുടെ വിജയം ശാശ്വതമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഒരു പുതിയ ചിന്താധാരയിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടാൻ പോവുകയാണെന്നും CP ജോൺ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ നിന്ന് ദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള ഉപകരണമായി സംസ്ഥാന സർക്കാരിനെ മാറ്റിയെടുക്കണം. കഴിഞ്ഞ 10 വർഷമായി കേരളം റെഡ് മാഫിയയുടെ കീഴിലായിരുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. പ്രിയദർശിനി പദ്ധതി വന്നതോടെ പട്ടിണി മാറുകയും പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തതായി CP ജോൺ പറഞ്ഞു. ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
തൃശൂർ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ CMP സംസ്ഥാന സെക്രട്ടറി CA അജീർ അധ്യക്ഷത വഹിച്ചു. ദേശീയ സോഷ്യലിസ്റ്റ് നേതാവ് യോഗേന്ദ്ര യാദവ്, CMP സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കമ്മീഷൻ അംഗം PRN നമ്പീശൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു, കുടുംബാംഗങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഇപ്രാവശ്യം നമ്മുടെ വാർഷിക ജനറൽ ബോഡികൾ നടത്തേണ്ടത്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം പുതിയൊരു കുടുംബ സഹായ പദ്ധതിക്ക് രൂപം കൊടുക്കുകയും ഒട്ടു നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുമ്പോഴും അതിൽ നിന്ന് ഗണ്യമായ ഒരു വിഭാഗം ആനുകൂല്യത്തിന് അർഹരല്ലാത്ത രീതിയിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിൽ മേഖലയിൽ ഒരു ജീവിതകാലം മൊത്തം പണിയെടുത്ത അവസാനം ശിക്ഷകാലത്ത് ജീവിത സായാഹ്നത്തിൽ എത്തുന്ന സമയം വല്ലാത്തൊരു ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഘടനയ്ക്ക് രൂപീകൃതം ആയ കാലത്ത് തന്നെ നമ്മുടെ ജില്ലയിൽ ഏറ്റവും പ്രധാനമായി നിന്നത് ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഒരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ തൊഴിൽ ചെയ്യാൻ മേലാത്ത ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരുപക്ഷെ അവസാന കാലം കഴിച്ചുകൂട്ടാൻ വേണ്ടി കഴിയാത്ത അത്ര സാമ്പത്തിക പ്രതിസന്ധി. യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PC ജോസഫ് ലൈഫ് ലൈൻ ബോണ്ട് വിതരണം നിർവഹിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, ID കാർഡ് വിതരണം, ഇൻഷുറൻസ് വെൽഫെയർ ഫണ്ട് വിതരണം, സ്കോളർഷിപ്പ് വിതരണം എന്നിവ നടന്നു. PN സജീവ്, KC ജോർജൻ, സജി മാമ്പിള്ളി, ബാബു വർഗീസ്, KT ബൈജു, IK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും പീപ്പിൾസ് നീതി ലാബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു. അതിജീവനത്തിന്റെ പ്രതീക്ഷ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം മാത്രമല്ല പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികൾക്കുള്ള പണം ഗവൺമെന്റ് സമയത്ത് പൂർണ്ണമായി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടെത്തി തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതുപോലെ പ്രതീക്ഷയിലും ഒരു വലിയ ഉണ്ടാക്കുന്നുണ്ട്. അതിന് സമയം കൂടി സർക്കാരിന് നൽകിയ മാസമാണ് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഞാനും തന്നെ കഴിഞ്ഞ ദിവസം കായിക താരങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനത്തുകയുടെ കുറിച്ച് പരിശോധിച്ച് നോക്കിയപ്പോൾ ആദ്യം പറഞ്ഞ 3 കോടിയാണ്. പിന്നെ അത് 5 കോടി, പിന്നെ ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ 1.5 കോടി. സംഘം പ്രസിഡന്റ് AR രാമദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ P രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി, ES സാബു, EV സജീവ്, രവിചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം നടത്തി. പെരിഞ്ഞനത്ത് നടന്ന സമ്മേളനം സമിതി ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി ഉദ്ഘാടനം ചെയ്തു. മറ്റ് പല നമ്മളൊക്കെ ഓരോ തൊഴിൽ അല്ലെങ്കിൽ വരുമാന മാർഗത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വ്യാപാര മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പലവിധ ഓപ്ഷൻസ് ഉണ്ട്. വരുമാന മാർഗത്തിൽ നമുക്ക് ജോലിക്ക് പോവാം, ചിലർ വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, അതുമല്ലാതെ വ്യാപാരത്തിലേക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മറ്റു 2 ഓപ്ഷനേക്കാളൊക്കെ വളരെ ടഫാണ് വ്യാപാരം നടത്തുക എന്ന് പറഞ്ഞാൽ. കാരണം നിരവധി പ്രശ്നങ്ങളാണ്. 24 മണിക്കൂറും ഉണർന്നിരിക്കേണ്ട ഒരു മേഖലയാണ് വ്യാപാര മേഖല. കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് അമർലാൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഫ്രാൻസിസ് വ്യാപാരി മിത്രം പദ്ധതി വിശദീകരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, ജില്ലാ സെക്രട്ടറി മിൽട്ടൺ J തലക്കോട്ടൂർ, ഏരിയ വൈസ് പ്രസിഡന്റ് രഘു പുല്ലാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രവീന്ദ്രൻ, KA കരീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ വനപാലകർ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലി അകപ്പെട്ടത്. ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനത്തിന്റെ ഉൽപ്പന്നമാണ് CMP എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ CP ജോൺ. തൃശൂരിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.